ും ഷിനോജ് ജിസ്റ്റിയാണ് തുടരുന്നത്. ഷിനോജുള്ള നേരത്തെ നിന്ന സമയത്ത് ആ 70-ാം നമ്പർ ബൂത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ ആ രീതിയിലുള്ള പരാതികളും ഉയരുന്നുണ്ടായിരുന്നു. 2-3 മിനിറ്റ് ഒരാൾ എടുക്കുന്നുണ്ട് എന്നുള്ള പരാതിയാണ് അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഷിനോജിനൊപ്പം ആ ബൂത്തിൽ രമ്യ ഹരിദാസും ഉണ്ടെന്ന് തോന്നുന്നു. ഷിനോജ് ഇങ്ങനെ പോളിംഗ് ശതമാനം ഉയരുന്നുണ്ട്, 75-ലേക്കൊക്കെ പോകും എന്നൊരു വിലയിരുത്തൽ. രമ്യ എന്താണ് പറയുന്നത് ഈ പോളിംഗ് ശതമാനം ഉയരുന്നതിൽ? ആര്യ, അല്പസമയം മുമ്പാണ് തോന്നൂർക്കരയിലെ 78-ാം നമ്പർ ബൂത്തിലെ വിവരങ്ങൾ നമ്മൾ അല്പം മുമ്പാണ് പങ്കുവച്ചത്. ഒരു വോട്ടെടുപ്പിന് എത്തരത്തിൽ 2-3 മിനിറ്റ് കാലതാമസം നേരിടുന്നുവെന്ന് നമുക്ക് അല്പം മുമ്പാണ് നമ്മൾ പങ്കുവച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇപ്പോൾ ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രമ്യ, രാവിലെ മുതൽ സമയം, അതായത് ഒരു വോട്ടെടുപ്പിന് 2-3 മിനിറ്റ് കാലതാമസം വേണം. അതെ, ബീപ്പ് ശബ്ദം കേൾക്കാനേ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പിന്നെ വോട്ടർമാരുമാണെങ്കിലും ബീപ്പ് ശബ്ദം കേട്ടിട്ട് പോകാനാണ് അവരും താല്പര്യമുള്ളത്. കാരണം ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് തന്നെയാണ്. ക്യൂ ഉണ്ട്, വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലത്ത് മുതലേ ഇത് തന്നെയാണ് ഈ ബൂത്തിൻ്റെ ഒരു രീതി. എന്തായിരുന്നാലും എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യാൻ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കളക്ടർക്ക് പരാതി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇത് വേഗത്തിലാക്കണം അങ്ങനെ എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടോ? അല്ല, അത് ഇവിടുന്ന് ബന്ധപ്പെടുന്നുണ്ട്, കമ്മിറ്റി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം സ്പീഡപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളൊക്കെ ചെയ്യുന്നുണ്ട്. 1-2 സ്ഥലത്ത് മെഷീൻ സ്റ്റക്കായത് ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ സ്റ്റാർട്ടിങ്ങിൽ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾക്ക് ചില സ്ഥലങ്ങളിൽ മഷിയിടലും പരിശോധനയും എല്ലാം കൂടി എളുപ്പത്തിലാക്കാനേ എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഏകദേശം അതെല്ലാം പരിഹരിച്ച് പോകാനായി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും എല്ലാ ആളുകളും വോട്ടുകൾ ചെയ്തിട്ടേ പോകുള്ളൂ, ചേലക്കരയിലെ മാറ്റത്തിനായി എന്ന് പറഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. പോളിംഗ് ശതമാനമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതെ, നല്ലൊരു പോളിംഗ് ശതമാനം ആണ്. കാരണം നമുക്കറിയാലോ, വാഹന പ്രചരണം പോകുമ്പോൾ തന്നെ അമ്മമാരാണേലും ഉമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ വഴിനീള ഗേറ്റിനരികിലേക്ക് ഓടി വരുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. അവരെല്ലാം ആഗ്രഹിക്കുന്നത് ചേലക്കരയിലെ ഒരു മാറ്റത്തിനായിട്ടാണ്. ചേലക്കര എന്തായാലും മാറണം. സ്ത്രീ വോട്ടർമാരുടെ വലിയ നീണ്ട നിരയാണ്. അതെ, അത് ഉറപ്പല്ലേ. കാരണം അമ്മമാര് ഉമ്മമാര്, കാരണം എല്ലാവരും സ്ത്രീകളാണല്ലോ കൂടുതലും വോട്ടർമാർ. പിന്നെ അവരുടെ ഒരു വലിയ പിന്തുണ കൂടെയുണ്ട്, അതാണ് വലിയ പ്രതീക്ഷ തന്നെയാണ്. അതെ, ഉറപ്പായിട്ടും ചേലക്കരക്കാർ എന്നെ കൈവിടില്ല. എന്തായാലും വലിയ പ്രതീക്ഷകൾ തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഉള്ളത്. അതായത് നമ്മൾ നേരത്തെ ഉന്നയിച്ച ഈ തോന്നൂർക്കര 78-ാം നമ്പർ ബൂത്തിലെ പ്രശ്നം അത് സജീവമായി തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും വലിയ തിരക്ക് ഈ ബൂത്തിലുണ്ട്. മറ്റ് 5 ബൂത്താണ് തോന്നൂർക്കരയിലെ ബൂത്തിൽ 78-ാം നമ്പർ ബൂത്താണ്. അവിടെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രമ്യ ഹരിദാസ് UDFന്റെ സ്ഥാനാർത്ഥി അവിടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ ബൂത്തിൽ ഇങ്ങനെ ഒരു കാലതാമസം നേരിടുന്നു. അതായത് 1-2 മിനിറ്റ് 2-3 മിനിറ്റിലധികം എടുക്കുകയാണ് ഒരാൾക്ക് വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങാൻ എന്നുള്ള പരാതിയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോഴും ഈ സമയമായിട്ടും ഇനിയിപ്പോൾ കഷ്ടി അരമണിക്കൂർ പൂർണ്ണമായും ഇല്ല. അപ്പോൾ 27 മിനിറ്റാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഈ സമയത്തും ഇത്രയധികം തിരക്ക് ആളുകൾ കാത്തു നിൽക്കുകയാണ്. എന്തായാലും സ്ഥാനാർത്ഥികൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർ ഇടപെട്ടേക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ. സമയം ഒരുപക്ഷെ ഇവിടെ നീട്ടി കൊടുക്കേണ്ടി വരുമായിരിക്കും, അല്ലേ ദിവിഷ്? എന്തായാലും 6 മണിക്കുള്ളിൽ ഇതിന്റെ ഗേറ്റിനുള്ളിലേക്ക് കടക്കുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് സ്വാഭാവികമായിട്ടും കുറച്ച് സമയം കൂടി, ചിലപ്പോൾ 1/4 മണിക്കൂർ 1 മണിക്കൂർ വരെയൊക്കെ നീണ്ടുപോകുന്ന സമയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചേലക്കരയിലെ പല ബൂത്തുകളിലെങ്കിലും 6 മണിക്ക് ശേഷം വോട്ടെടുപ്പ് തുടരാനാണ് സാധ്യത. പക്ഷെ വയനാട്ടിൽ അതെ, വേണമെങ്കിൽ പെട്ടി പൂട്ടായിരുന്നു. പക്ഷേ നിയമപ്രകാരം 6 മണിക്കല്ലേ പൂട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ കാത്തിരിക്കുകയാണ്. വയനാട്ടിലെ ആളുകൾ, പോളിംഗ് ബൂത്തിലുള്ളവരാണെങ്കിലും മറ്റ് പാർട്ടി ഏജന്റുമാരും ഒക്കെ എന്തുകൊണ്ട് വരുന്നില്ല, ആളുകൾ വരുന്നില്ല എന്ന സങ്കടത്തോടെ കാത്തിരിക്കുന്നു. പക്ഷെ ചേലക്കരയിൽ ജനങ്ങളെല്ലാവരും വളരെ ഉപതെരഞ്ഞെടുപ്പിനോട് 2 ഇടങ്ങളിലും 2 മനോഭാവമാണോ ജനങ്ങൾക്കിടയിൽ? അത് രാഷ്ട്രീയമായ കാരണങ്ങളാണോ, സ്ഥാനാർത്ഥികളോടുള്ള താല്പര്യങ്ങളാണോ, എന്താണ് ജനങ്ങളുടെ? അല്ലെ, ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ്. അപ്പോൾ ഓരോരുത്തരെയും താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. അത് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ചേലക്കരയിൽ ഈ പോളിംഗ് ശതമാനം കാണുമ്പോൾ ശക്തമായ ഒരു മത്സരം, അല്ലെ, ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. സാധാരണ രീതിയിൽ ചേലക്കര വളരെ സുരക്ഷിതമായ ഒരു മണ്ഡലമാണ്. അതെ, CPM-നെ സംബന്ധിച്ച് വളരെ സുരക്ഷിതമായ ഇടമെന്ന് കരുതുന്നതാണ്. കെ രാധാകൃഷ്ണൻ എത്രയോ കാലങ്ങൾ ഇപ്പൊ മത്സരിക്കുന്ന UR പ്രദീപും അവിടെ ജയിച്ചു എന്നാണ്. പക്ഷെ ഇത്തവണ ആ രീതിയിലല്ല കാര്യങ്ങളെന്ന കാര്യത്തിൽ വലിയ തർക്കമൊന്നുമില്ല. മത്സരമുണ്ട് എന്ന് LDF-ലെ പേര് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകളാണെങ്കിലും നമ്മളോട് സമ്മതിക്കുന്നുണ്ട്. മത്സരമുണ്ട് എന്ന് സമ്മതിക്കുന്നത് തന്നെ ആ മത്സരത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ രമ്യ വരുന്നതിൽ കോൺഗ്രസിന്റെ അണികളിൽ തന്നെ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു എന്നാൽ ചില ചർച്ചകളൊക്കെ വന്നെങ്കിൽ, പക്ഷെ അതിനെ മറികടക്കാൻ അവർക്ക് ഏറ്റവും കോൺഗ്രസ് ഒരുപക്ഷെ ചേലക്കരയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി നടത്തിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിന് മുൻപ് തന്നെ നേതാക്കൾ അവിടേക്ക് എത്തുന്നു. അവിടെ പാർട്ടിയിലുള്ള അവിടെയുള്ള പ്രാദേശിക തലത്തിൽ നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ
അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നു. അങ്ങനെ മികച്ച ഒരു സെമി കേഡർ സംവിധാനത്തിൽ UDF അല്ലെ കോൺഗ്രസ് എന്ന പാർട്ടി ചേലക്കരയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ഉയർന്ന പോളിംഗ് ശതമാനം ഉയരുകയാണ്. അത് ആർക്ക് തുണയാകും എന്നുള്ളതാണ്.